നമസ്കാരം. യുഎസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകി പരസ്പര നികുതി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം വന്നത്. വ്യാപാര കാര്യത്തിൽ ശത്രുക്കളെക്കാൾ പ്രശ്നക്കാരാണ് യുഎസിന്റെ മിത്രങ്ങളെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞു. പരസ്പര നികുതി ചുമത്താനാണ് തീരുമാനം. വ്യാപാര കാര്യത്തിൽ യുഎസിന്റെ ശത്രുക്കളെക്കാൾ കഠിനമാണ് മിത്രങ്ങൾ, ട്രംപ് പറഞ്ഞു. നികുതി ഓരോ രാജ്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും. മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും നികുതി നിശ്ചയിച്ചേക്കുക. യുഎസിന് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് അതേ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയും തായ്ലാന്റുമാണ് യുഎസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറക്കുമതി തീരുവ ചുമത്തുന്നത്. യുഎസ് ഭരണകൂടം ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. യുഎസിന്റെ ഇറക്കുമതിക്ക് ഇത് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ന്യായമായ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയാണെന്നുമാണ് ട്രംപ് നേരത്തെ വിമർശിച്ചത്. ഇന്ത്യയെ പേരെടുത്ത് പറഞ്ഞും ട്രംപ് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. നിലവിൽ യുഎസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ 9.5% തീരുവയാണ് ഈടാക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് യുഎസ് 3% നികുതി മാത്രമേ ഈടാക്കുന്നുള്ളൂ. തായ്ലാന്റിന്റെ നിരക്ക് 6.2%, ചൈനയുടേത് 7.1%. ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് യുഎസിന്റെ തിരിച്ചടി. പരസ്പര നികുതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള 30-ലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ആലോചനകളിലായിരുന്നു ഇന്ത്യ. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവയും നേരത്തെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി. മാർച്ച് 1 വരെ തീരുവ ചുമത്തില്ല എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. യുഎസ് ഉന്നയിച്ച ചില വിഷയങ്ങളിൽ രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയാണ് തീരുമാനം. വ്യാപാരത്തിൽ സന്തുലനം പാലിക്കാനും വരുമാനം ലക്ഷ്യം വെച്ചുമാണ് ട്രംപിന്റെ നീക്കം. മറ്റു രാജ്യങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുക കൂടിയാണ് നടപടിയിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം നികുതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല. യുഎസ് ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഇറക്കുമതി നിരക്ക് ഏർപ്പെടുത്തുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ട്രംപിന്റെ നീക്കമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നികുതി യുഎസിൽ പണപ്പെരുപ്പത്തിന് കാരണമാക്കുമെന്നും വളർച്ച മന്ദഗതിയിലാക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ അമേരിക്കൻ ഭരണകൂടം യുഎസ് സൈനിക സമ്മാനങ്ങളിലൊന്നായ F-35 വിൽക്കാൻ തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന ഞങ്ങൾ കോടിക്കണക്കിന് ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.